പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനപഠനവുമായി കൂടി വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വന്ദനം പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ, അതുപോലെ സാജു ബ്രദർ, അതുപോലെ ഓരോരുത്തരും ഓരോ വ്യക്തിജീവിതങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പഠിപ്പിക്കുന്ന, ദൈവം പറഞ്ഞു തരുന്ന ആ വചനങ്ങൾ യഥാർത്ഥമായി നമ്മളോട് ഇടപെടേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനയോടെ, വാഞ്ചയോടെ, ആഗ്രഹത്തോടെ നമുക്കിരിക്കാം. അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള താല്പര്യം, ആഗ്രഹം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ഒരു നല്ല നിലം അല്ലെങ്കിൽ വിത്ത് അതിൻ്റെ ഉദ്ദേശം ചെയ്യത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വിത്ത് ഏറ്റവും പുഷ്ടിയായിട്ട് വളരണമെങ്കിൽ, അതിൻ്റെ ഉദ്ദേശം നടക്കണമെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ആ ഹൃദയമാകുന്ന ആ നല്ല നിലം, ഹല്ലേലൂയ, റെഡിയാക്കി ആ വിത്ത് സ്വീകരിക്കാൻ പാകത്തിന് പ്രാർത്ഥനയോടുകൂടെ, വാഞ്ചയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷിച്ച് ആ ഹൃദയത്തിൽ അശുദ്ധികളൊക്കെ മാറ്റി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നല്ല നിലമാക്കി വെച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, ദൈവം നമ്മളോട് സംസാരിക്കുന്നതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് ഒരു കാരണവശാൽ ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ആ ഒരു നിമിഷത്തേക്കുള്ളൊരു പർപ്പസ് അല്ല. അത് നമ്മളെ നിത്യത വരെ നടത്തേണ്ടതിനും, ഹല്ലേലൂയ, നമ്മൾ കേൾക്കുന്ന വചനം മറ്റുള്ളവരിലോട്ട്, നമ്മുടെ തലമുറകളിലോട്ട് അവൻ പകരേണ്ടതിനും കൂടെയാണ്. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥന ചോദിച്ചുകൊള്ളുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പഠിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥന എന്നുള്ള ഒരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഉത്തരം, ഒരു മിറക്കിൾ ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ആ പ്രാർത്ഥനയുടെ ചില പ്രത്യേകത, അതിൻ്റെ കുറച്ച് സ്റ്റെപ്പുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടായിരുന്നു. അതിനു മുമ്പേ നമ്മൾ പഠിച്ചത് പ്രാർത്ഥന എന്നുള്ള ആ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആഴത്തിലുള്ള പ്രിൻസിപ്പിൾസിനെയാണ്. ആ പ്രാർത്ഥന, അല്ലെങ്കിൽ യേശു പഠിപ്പിച്ച ആ കാര്യങ്ങളെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കിയിട്ട്, ആ മനസ്സിലാക്കിയ സത്യം വെച്ച് ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിൽ ഭയങ്കരമായ അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ ആ ശക്തി, മഹത്വം നമ്മുടെ പ്രാർത്ഥനകളിൽ ഇറങ്ങുന്ന അവസ്ഥ നമുക്ക് കാണാം. ഹല്ലേലൂയ. ബൈബിളിലെ പ്രാർത്ഥനകളൊക്കെ വലിയ അത്ഭുതങ്ങൾ നടന്ന, വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രാർത്ഥനകളൊക്കെയും അത് വലിയ നീളത്തിലുള്ള, അല്ലെങ്കിൽ ഭയങ്കര നേരം എടുത്ത് പ്രാർത്ഥനയല്ല. ഓഫ് കോഴ്സ് പ്രാർത്ഥന അതായത് ഒരു മൊമെന്റിലെ പ്രാർത്ഥനയാണ് കൂടുതലും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് അതിന് മുമ്പേ അവർ പ്രാർത്ഥിച്ച് റെഡിയാക്കി വെച്ചില്ല എന്ന് അതിനർത്ഥമില്ല. ഓഫ് കോഴ്സ് അത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, രഹസ്യ പ്രാർത്ഥനയുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥന ഉണ്ടാവാം, അങ്ങനെ പലതുണ്ട്. പക്ഷെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില പ്രാർത്ഥനകൾ, ഒരു അത്ഭുതങ്ങളുടെ ഒക്കെ ആ ഒരു മൊമെന്റിലെ പ്രാർത്ഥന ചെറിയ പ്രാർത്ഥനകളാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? അധികം വാക്കുകളൊന്നുമില്ല, അല്ലെങ്കിൽ അധികം സെന്റൻസ് ഒന്നുമില്ല, പക്ഷെ അവിടെ ദൈവം ഇറങ്ങി വരുവാണ്. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ, ആ ഒരു നിലവാരത്തിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. ഈ പ്രാർത്ഥനയുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകൾ, ആ ഓരോ ഘട്ടങ്ങൾ, അതൊക്കെ നമ്മൾ വളരെ ആഴത്തിൽ നമ്മൾ ഗ്രഹിക്കുവാൻ ശ്രമിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് വെളിപ്പെടും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളതിൻ്റെ ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദൈവം എന്നെ ഏൽപ്പിച്ചത്, എന്നെ പഠിപ്പിച്ചത് ഞാൻ പകർന്നു തരികയാണ് ഞാൻ ചെയ്തത്. അത് ഓഫ് കോഴ്സ് ഞാനത് എല്ലാം കംപ്ലീറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്ത് തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ വേറെയും ഉണ്ടാവാം. കാരണം ഓരോ പ്രാവശ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വെളിപ്പെടുത്തുമ്പോൾ, ഇരിക്കുമ്പോൾ പുതിയ കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ധ്യാനിച്ച വചനഭാഗങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും ദൈവം തരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വചനം അത് വളരെ ആഴം, കുറച്ചു മുമ്പേ സാജു ബ്രദർ പറഞ്ഞതുപോലെ അത് വളരെ ഡീപ്പാണ്. ഹല്ലേലൂയ. അതിൻ്റെ ആ ഡെപ്ത്നെസ്സിനെ കുറിച്ചൊക്കെ ഇന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഹല്ലേലൂയ. ഇന്നത്തെ വചന പഠനം നമുക്ക്
മത്തായി സുവിശേഷം 7:13-14 ആ വാക്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള വചന പഠനമാണ് നമ്മൾ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുവിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഹല്ലേലൂയ. ഈ വേദഭാഗം ഹല്ലേലൂയ യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രാക്ടിക്കലി നമുക്കിത് പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വളരെ ടഫായ ക്രിസ്ത്യൻ ജീവിതത്തെക്കുറിച്ച് ഉള്ള ഒരു റിയൽ അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും നമുക്കത് മനസ്സിലാവണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ നമ്മുടെ തലമുറകളെയും വിശ്വാസത്തിൽ വരുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നവരെയും അതുപോലെ പലപ്പോഴും പബ്ലിക്കലി പറയുവാൻ പലപ്പോഴും മടിക്കുന്ന പല കാര്യങ്ങളും, പക്ഷെ അത് ഫാക്റ്റ് ആണെന്ന് പലർക്കും അറിയും. പക്ഷെ അറിയാമെങ്കിൽ കൂടി നമ്മുടെ കർണരസമാകുമാറ് പ്രസംഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ പലപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഇഗ്നോർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സത്യമാണ് ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവെ എന്നോട് സത്യം എനിക്ക് അറിയണം പരിശുദ്ധാത്മാവേ എന്ന് ആത്മാർത്ഥമായ വാഞ്ചയോടെ നമ്മൾ ഇരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് സത്യം നമുക്ക് വെളിപ്പെടുത്തുകയും ആ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മുൻവിധി, നമ്മുടെ മാനസികമായ കാര്യങ്ങൾ, സാമൂഹികമായ വർഷങ്ങളായി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ മാനുഷികമായ ചില കാര്യങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറമായി പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണമേ. സകല സത്യത്തിലും നടത്തുന്ന ഒറ്റ കാര്യമുള്ള ദൈവത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ആ ആത്മാവാണ് ഇന്ന് വചനം കേൾക്കുന്നതിൽ നമ്മളെ നിയന്ത്രിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുകയും നമ്മൾ യഥാർത്ഥ വഴിയിൽ നടത്തുകയും ചെയ്യും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് 7-ാം വാക്യത്തില് നമുക്ക് വളരെ വ്യക്തമായി അറിയാം, ഹല്ലേലൂയ, ഈ വാതിൽ ഞാനാകുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് വളരെ വ്യക്തമായി നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ യേശു നമ്മളെ പഠിപ്പിച്ച ആ വാതില്, ഞാനാ വാതിൽ. ഹല്ലേലൂയ. യേശുവാണ് ആ വാതിൽ. ഹല്ലേലൂയ. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് 6-ാം വാക്യത്തില് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഹല്ലേലൂയ. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ ഈ മത്തായി സുവിശേഷം 7:13-14 ഇട്ട എന്താണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്? യേശുവാകുന്ന വാതില് നമ്മളെ പഠിപ്പിക്കുകയാണ്, മക്കളെ കേട്ടത് ഭയങ്കര ഇടുക്കമുള്ളതാ. യേശുവാകുന്ന വഴി മക്കളെ കേട്ടോ, അത് ഭയങ്കര ഞെരുക്കമുള്ളതാ. പക്ഷേ ആ വാതിലിലൂടെ പോവുകയാണെങ്കിൽ, ആ വഴികളിലൂടെ നടക്കുവാണെങ്കിൽ നിത്യജീവൻ ഉറപ്പാ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ യേശു പറയാണ്, വേറെ വിശാലമായ വഴിയും കിടപ്പുണ്ട്, വിശാലമായ വാതിലും കിടപ്പുണ്ട്, പക്ഷെ അത് നാശത്തിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ കാര്യം യേശുവിൻ്റെ ഭാഗത്തുള്ള യേശുവിൻ്റെ മാർഗം ഈ ലോകത്തിലെ നന്മകൾക്കും ഈ ലോകത്തിലെ പണത്തിനും പ്രതാപത്തിനും ഗ്ലോറിക്കുമൊക്കെയാണ് യേശുവിൻ്റെ മാർഗത്തിലോട്ട് നമ്മൾ വന്നതെങ്കിൽ, ഞാൻ ഫ്രാങ്കിലി പറയാം, ഈ മാർഗം അതിനുള്ളതല്ല. അതാണ് ഉദ്ദേശമെങ്കിൽ
ഞാൻ പറയുന്നു, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിത്ത് പ്രൂഫ് ഞാൻ പറയാം, നമ്മളൊരു വിളിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ലോകത്തിന്റെ ഒരു മനുഷ്യനാണെങ്കിൽ പൈസ ഉണ്ടാക്കാൻ, ലോകത്തിന്റെ ഗ്ലോറി അനുഭവിക്കാൻ, അതുപോലെ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ ബെസ്റ്റ് ഈ മാർഗമല്ല, സാത്താന്റെ മാർഗമാണ്. പ്രൂഫ് തരാം, ബൈബിൾ അടിസ്ഥാനിച്ച് പ്രൂഫ് തരാം. കാരണം പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനകളിൽ, പലപ്പോഴും നമ്മുടെ കൂട്ടായ്മകളിൽ ഹല്ലേലൂയ നമ്മുടെ മക്കളെ, നമ്മുടെ വിശ്വാസികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ ഈ ലോകത്തിൽ ഒടുങ്ങുന്ന കാര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും, ഈ ലോകത്തിൽ മാത്രം നിൽക്കുന്ന, ഫ്രാങ്കിലി പറഞ്ഞാല് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പം പൈസയുടെ കാര്യമായിരിക്കും, വിദ്യാഭ്യാസ കാര്യമായിരിക്കും, മാനുഷികമായ, ഫ്രാങ്കിലി പറഞ്ഞാൽ പെട്ടിയിൽ വെക്കാൻ പാകുമ്പോഴത്തേക്ക് എല്ലാം തീരണ കാര്യമാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഒരു 90% കൺസ്യൂം ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, അത്രയും കാരണത്തിനാണ്, അതാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ മാർഗമേ അല്ല, ഇത് പരിപാടിയല്ല. സീരിയസ്ലി നമുക്ക് അല്ലെങ്കിൽ വേറെ ഈ ലോകത്തിന്റെ സാത്താന്റെ മാർഗമാണ് നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഹല്ലേലൂയ അച്ചീവ് ചെയ്യാൻ ബെസ്റ്റ്. ഇനി ഹല്ലേലൂയ രോഗം സൗഖ്യം ഉണ്ടോ? ഉണ്ട്. അനുഗ്രഹമുണ്ടോ? ഉണ്ട്. ദൈവത്തിന്റെ സിസ്റ്റം ഉണ്ടോ? ഉണ്ട്. പക്ഷേ അതായിരിക്കരുത് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിന്റെ സന്നിധിയിൽ രോഗസൗഖ്യം, ഹല്ലേലൂയ ഇമ്മീഡിയറ്റ്ലി, ഇൻസ്റ്റന്റ്ലി ആണ് ഹീലിംഗ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രോബ്ലം വെച്ചിട്ട് ഇങ്ങനെ പ്രോബ്ലം വെച്ച് ഹല്ലേലൂയ അങ്ങനൊന്നും അല്ല ഇടപാട്. ഇമ്മീഡിയറ്റ്ലി ആണ് അതിന്റെ ഡെലിവറൻസ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ആദ്യമായി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് നമുക്ക് അനുഭവിച്ചറിയുകയും ചെയ്യാം. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറഞ്ഞാലും ബൈബിളിൽ നിന്ന് പ്രൂഫ് ഉണ്ടെങ്കിലല്ലേ നമ്മൾ പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർ വിശ്വസിക്കുകയുള്ളൂ. പ്രൂഫ് ഞാൻ പറയാം. ഹല്ലേലൂയ. ജെനസിസ്, ഈ ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 25 മുതൽ 27 വരെ വാക്യം ഒന്ന് വായിക്കാം. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഉൽപ്പത്തി പുസ്തകം 37 25 മുതൽ 27. അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തല പൊക്കി നോക്കി, ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപ്പശിയും സന്നിനായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇശ്മായേലരുടെ ഒരു യാത്രാക്കൂട്ടം വരുന്നത് കണ്ടു. അപ്പോൾ യഹൂദ തന്റെ സഹോദരന്മാരോട്, നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചിട്ട് എന്തുപകാരം? വരുവി, നാം അവനെ ഇശ്മായേല്യർക്ക് വിൽക്കുക, നാം അവന്റെ മേൽ കൈവെക്കരുത്, അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. ഹല്ലേലൂയ. എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം യോസഫിനെ പിടിച്ച് സഹോദരന്മാര് പൊട്ടക്കിണറ്റിലിട്ടതിന് ശേഷം ആ വഴി ഇസ്മായേല് കച്ചവടക്കാർ വന്നപ്പോൾ യഹൂദ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ അഭിപ്രായമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനി ഞാൻ ആ ഒരു കഥയൊന്നും പറയാനല്ല, ഞാനിപ്പം കുറച്ചു മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലേ, അതായത് ദൈവത്തിന്റെ മാർഗത്തെക്കാളും പൈസ ഉണ്ടാക്കാനും ഈ ഭൂമിയിലെ സെറ്റപ്പിന് നല്ലത് മറ്റേ മാർഗമെന്ന് പറയാൻ കാരണം, ഇപ്പം കടന്നുപോയ ഈ സന്ദർഭത്തിലെ അവിടുത്തെ കഥാപാത്രങ്ങളാണ്. ഒന്ന് കുഴി കിടക്കുന്ന യോസഫ്, ഒന്ന് ബാക്കി അവനെ പിടിച്ച് കുഴിയിലിട്ട ഇസ്രായേലിന്റെ അല്ലെങ്കിൽ യാക്കോബിന്റെ മക്കള്, വഴി കൂടെ പോയത് ഇസ്മായേല് കച്ചവടക്കാര്. ഹല്ലേലൂയ. ഈ കുഴി കിടക്കുന്ന ജോസഫിന്റെ ആരാ ഇസ്മായേല്? ഹല്ലേലൂയ ഹല്ലേലൂയ. അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ചേട്ടൻ. വ്യക്തമായി ഇത് മനസ്സിലാക്കണം, നമ്മൾ ഇത് വ്യക്തമായി മനസ്സിലാക്കണം. ഹല്ലേലൂയ. കുഴി കിടക്കുന്ന യോസഫും, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ മെയിൻ ആയിട്ടുള്ള സമ്പത്ത് എന്തായിരുന്നു? മൃഗസമ്പത്ത്, ആടുമാടുകളാണ് മെയിൻ. അവരുടെ പരിപാടി അതായിരുന്നു. കുഴിക്ക് പുറത്തുള്ളത് ആരാ?
യാക്കോബിന്റെ ബാക്കിയുള്ള മക്കള്, അവരുടെ ആടുകള്, മാടുകള്, അവരുടെ സമ്പത്ത് എന്ന് പറഞ്ഞതാ. ഓ ജീസസ്, ഹല്ലേലൂയ. പക്ഷേ ഇസ്മായേലിന്റെ ഒരു കൂട്ടം വരുന്നു എന്നാ പറഞ്ഞത്. അതിനകത്ത് ഇസ്മായിലൊന്നുമില്ല. ഇസ്മായിലിന്റെ ചിലപ്പോ മക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ടീമോ ആരെങ്കിലും, ഓഫ് കോഴ്സ് അവരുടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവാം. അവരിപ്പോ ഇന്റർനാഷണൽ ട്രേഡിലാണ്. ഹല്ലേലൂയ. അവരുടെ സാമ്പത്തിക അവസ്ഥയും അവരുടെ സിസ്റ്റവും, ഹല്ലേലൂയ. ഓ ജീസസ്. ഓഫ് കോഴ്സ് യാക്കോബ് അത്ര മോശമാണെന്നല്ല ഞാൻ പറയണേ. പക്ഷേ ഹല്ലേലൂയ, ഇസഹാക്ക് അവന്റെ നിന്ന് അനുഗ്രഹം തട്ടി എടുത്ത യാക്കോബ്. പക്ഷെ അനുഗ്രഹം തട്ടിയെടുത്തപ്പോ എന്ത് പറ്റി? അനുഗ്രഹം ഉണ്ട്, ഓഫ് കോഴ്സ് അനുഗ്രഹിച്ച സംഭവം കാണാം. പക്ഷെ നമ്മൾ അതിനകത്തോട് കുറച്ച് ഡീപ്പായിട്ട് മാനുഷികമായ അവസ്ഥയും ആത്മീയമായ അവസ്ഥയും നമുക്ക് വ്യക്തമായി മനസ്സിലാവണം. ഹല്ലേലൂയ. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അവിടുന്ന് അവൻ ജീവൻ കൈ പിടിച്ചോണ്ട് ഓടി രക്ഷപ്പെടുക ചെയ്തത്. ഇസഹാക്കിന്റെ ഒരു സമ്പത്തും, അല്ലെങ്കിൽ അബ്രഹാം ഇസഹാക്കിന് കൊടുത്ത ഒരു സമ്പത്തും യാക്കോബിന് കിട്ടിയില്ല. യാക്കോബിനുള്ള സമ്പത്ത് എന്ന് പറഞ്ഞാൽ ലാബാന്റെ അടുത്തുനിന്ന് യാക്കോബ് നേടിയെടുത്ത സമ്പത്തൊക്കെയാണ്, ദൈവം കൊടുത്ത സമ്പത്താണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അപ്പൊ അബ്രഹാമിന്റെ സമ്പത്തൊക്കെ എങ്ങോട്ട് പോയി? ആമേൻ, ആമേൻ. അല്ലെങ്കിൽ അബ്രഹാം വഴി ഇസ്ഹാക്കിന് വന്ന സമ്പത്തൊക്കെ ഒരു പക്ഷേ ഏദോം അല്ലെങ്കിൽ ഏശാവിൻ്റെയിലായിരിക്കാം. ഹല്ലേലൂയ. പക്ഷെ ഏശാവും പിന്നെ അഗൈൻ ശപിക്കപ്പെടുകയും ദൈവത്തിന്റെ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് പുള്ളി ഔട്ടായി. അല്ലെങ്കിൽ ആ ദൈവം അങ്ങനെയാണല്ലോ, ആ ദൈവത്തിന്റെ സിസ്റ്റം മൊത്തം യാക്കോബിന്റെ രീതിയിലാണ് പോകുന്നത്. ആ അനുഗ്രഹവും അങ്ങോട്ടാണ് പോകുന്നത്. അബ്രഹാം അനുഗ്രഹവും യാക്കോബിന്റെ ത്രൂ ആണ് പോകുന്നത്. പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന സമ്പത്ത്, നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഈ ലോകത്തിലെ കാര്യമാണെങ്കിൽ ഹല്ലേലൂയ, ആമേൻ. ഇനി ഇസ്മായിലിനെ തന്നെ കയറി പിടിക്കുകയാണെങ്കിൽ 10 പൈസ കൊടുക്കാതാണ് അബ്രഹാം വരെ പറഞ്ഞു വിട്ടെ. കഴിഞ്ഞ ആഴ്ചക്കാലം ജസ്റ്റ് ടച്ച് ചെയ്യുകയും ചെയ്തായിരുന്നു. പക്ഷേ ഞാൻ അവനെയും വലിയൊരു ജാതിയാക്കും, ഞാൻ അവനെയും ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞപ്പോ ആമേൻ, ഹല്ലേലൂയ, ദൈവം അത് ശരിക്കും ഇസ്മായിലിന്റെ പുറത്ത് ചെയ്തു. ആമേൻ. ഞാൻ അതിനകത്തൊരു മർമ്മം പറയാം. അല്ലേ, നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട കേസാ. ഈ ദൈവത്തിന്റെ പക്ഷെ പദ്ധതിയിലുള്ള വ്യക്തിയല്ല ഇസ്മായിൽ. അബ്രഹാമിന്റെ മകനായതുകൊണ്ട് ദൈവം പക്ഷെ അവനെ ഭൗതികമായി അനുഗ്രഹിച്ചു, അവന്റെ ഡിസെൻഡന്റിനെ അനുഗ്രഹിക്കുക എന്ന് പറയുകയും ചെയ്തു. ആ അനുഗ്രഹം മൊത്തം അവിടെ കിടപ്പുണ്ട്. പക്ഷേ അവന് ദൈവിക സിസ്റ്റത്തിലോട്ടുള്ള അനുഗ്രഹമൊന്നുമില്ല, അല്ലെങ്കിൽ നിത്യത ആ ഒരു ലെവലിലുള്ള സംഭവം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സാധനവും ഇല്ല. അതുകൊണ്ട് തന്നെ സാത്താന് അവനെക്കുറിച്ച് ബോധേടല്ല. അവന്റെ സമ്പത്തും അവന്റെ അനുഗ്രഹവും തട്ടി മാറ്റുവാൻ അല്ലെങ്കിൽ സാത്താൻ ഒരു താല്പര്യമില്ല. സാത്താൻ അറിയാം ഓൾറെഡി അവന്റെ കൂടെ കിടക്കണമെന്ന്. അവന്റെ കൂടയിൽ കിടക്കുന്ന സിസ്റ്റമാണ്. അപ്പൊ സാത്താൻ ഒരു കൺസേണും ഇല്ല, സാത്താൻ ഒരു പ്രശ്നമില്ല. അപ്പൊ അവൻ ഇപ്പൊ ഇന്റർനാഷണൽ ട്രേഡ് നടത്തുവാണ്. യെസ്, എക്സ്പോർട്ട് ഇമ്പോർട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ അവന്റെ ഒരു കൂട്ടത്തെ വിറ്റ്. അല്ല, ഇവന്റെ ഒത്തിരി ഡിസ്റ്റന്റ് റിലേറ്റീവ് ഒന്നും അല്ല, സ്വന്തം ഗ്രാൻഡ് ഫാദറിന്റെ ചേട്ടന്റെ ഒരു സംഭവത്തിലോട്ടാ വിറ്റേ. പക്ഷെ അവരത്രയും സെറ്റപ്പാണ്. ഇനി അതും നമുക്ക് ഡൈജസ്റ്റ് ആയില്ലെങ്കിൽ ഞാൻ അടുത്ത ഒരു എവിഡൻസ് കൊണ്ട് കാണിച്ചു തരാം. ഇതേ ഭാഗത്ത് തന്നെ ഈ ഉൽപ്പത്തി 36 തൊട്ട് മുമ്പത്തെ ഈ 36ന്റെ 31 വാക്യം മുതൽ താഴോട്ടാവും നമ്മൾ വായിക്കുമ്പോൾ അവിടെ എൻ്റെ ബൈബിളിൽ ഇങ്ങനെ അതിനകത്ത് ഹെഡിങ് വരും, ഏദോമിന്റെ ഭരണാധികാരികൾ എന്ന് തന്നെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെ എഴുതിയേക്കണേ, ഇസ്രായേൽ മക്കൾക്ക് രാജാവ് ഉണ്ടാകും മുമ്പേ ഏദോം ദേശത്ത് വാണ രാജാക്കന്മാർ ആരെന്നാൽ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി വായിച്ചാൽ മതി, കുറേ ഒത്തിരി ഉണ്ട്. അതായത് ഏശാവിന്റെ ആ പരമ്പരയില് ഇഷ്ടംപോലെ രാജാക്കന്മാർ വരെ ഉണ്ട്. അവിടെ എഴുതിയേക്കുന്ന വാക്ക് പ്രത്യേകം നോട്ട് ചെയ്യണേ,
ഇസ്രായേൽ മക്കൾക്ക് രാജാവ് ഉണ്ടാകും മുമ്പേ, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളുടെ ശരിക്കുള്ള ആദ്യത്തെ രാജാവ് വരാം. ആ ശൗല് ഉണ്ടാകുന്നതിന് മുമ്പേ ഇവിടെ രാജ്യവും രാജാക്കന്മാരും ഒക്കെ ഈ ശപിക്കപ്പെട്ടവന്റെ സിസ്റ്റത്തിലുണ്ട്. അതായത് ഈ ഭൂമിയുടെ സിസ്റ്റം ആണെങ്കിൽ, പ്രിയ ദൈവമക്കളെ, മക്കളെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും വിശ്വാസിയിൽ നിന്നും പറഞ്ഞ് പറ്റിക്കരുത്. ഫ്രാങ്കാണ്. ഈ ലോകത്തിലെ നന്മയും സാധനമാണെങ്കിൽ ഈ ഭാഗമല്ല, ഈ സിസ്റ്റമേ അല്ല നമ്മൾ നോക്കേണ്ടത്. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. യെസ്, നമ്മുടെ എന്തെങ്കിലും പ്രശ്നത്തിന് സൊല്യൂഷൻ ആണോ? ഞൊടിയിടയിൽ ഹല്ലേലൂയ അതിന് പരിഹാരം കിട്ടിയിരിക്കണം. ഹല്ലേലൂയ. യെസ്, അതിനുള്ള കൃപയും അതിനുള്ള അധികാരവും നമുക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അതല്ല നമ്മുടെ ഒബ്ജക്റ്റീവ്. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട കേസാണ് ഈ ലോകപ്രകാരമുള്ള. ഹല്ലേലൂയ. യെസ്, ഇവിടെ ഇസ്രായേലിന് രാജാവ് ഉണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഏദോമിന് രാജാവുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആരെങ്കിലും വിശ്വാസത്തിൽ വന്നിട്ട് പൈസ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളോ ഒബ്ജക്റ്റീവ് എങ്കിൽ വഴിയെ തെറ്റി, ടോട്ടലി റോങ് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പലപ്പോഴും വളരെ വിഷമം തോന്നുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ കൂടുതൽ ഒരു 90% നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടിയിൽ ഒതുങ്ങുന്ന ആവശ്യമാണ്. അത് ശരിക്കും പറഞ്ഞ് ഇതിനെക്കുറിച്ച് നമുക്ക് ആ ഒരു യഥാർത്ഥമായ കാഴ്ചപ്പാട്, ദൈവത്തിൻ്റെതായ ആ പ്രകാശനം കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഹല്ലേലൂയ. അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള മാർഗം എന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവണം. ഹല്ലേലൂയ. യേശുവിന്റെ മാർഗം അത് അത്ര സുഖമുള്ള മാർഗമല്ല, ടഫ് തന്നെ, ടഫ് തന്നെ. ഹല്ലേലൂയ. അതിന്റെ ഒബ്ജക്റ്റീവ് നമുക്ക് ആ നിത്യജീവൻ, മരണശേഷം നമുക്ക് ഹല്ലേലൂയ ഒരു ജീവിതമുണ്ട്, നിത്യമായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ടോട്ടലി നമ്മൾ ഹെൽപ്ലെസ് ആയിട്ട് എന്നേക്കുമായ നാശത്തിലോട്ട് ഹല്ലേലൂയ പോകുമെന്നുള്ളൊരു ബോധ്യവും ആ ഒരു പ്രകാശവും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഓരോ വിശ്വാസികൾക്കും ആഴത്തിൽ വേണ്ടതാണ്. ഹല്ലേലൂയ. ഇനി അതല്ല എങ്കിൽ ഈ മാർഗം തന്നെ റോങ് ആണ്. ഈ മാർഗം അതിനുവേണ്ടി, അതായത് ഈ ഭൂമിയിലെ സംഭവം ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എങ്കിൽ ഇതല്ല അതിന്റെ മാർഗം. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. ഹല്ലേലൂയ. പക്ഷെ ഒരാൾ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ ദൈവത്തിന്റെ മാർഗത്തിൽ നിന്ന് വിട്ട് ലോകത്തിന്റെ മാർഗം, എന്നാൽ എനിക്ക് ദൈവത്തിന്റെ മാർഗം വേണ്ട, എന്നാൽ എനിക്ക് ലോകത്തിന്റെ മാർഗം മതി എന്ന് പറഞ്ഞെടുത്ത് ആ ഒരു മാർഗവും സെലക്ട് ചെയ്യാനും പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ കൈ അവന്റെ മേൽ ഭാരമായിരിക്കും. കാരണം അതായത് ദൈവം നമുക്ക് നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു അനുഗ്രഹവും തരൂല. കാരണം ദൈവത്തിന്റെ സ്ഥലത്ത് നോക്കുമ്പോൾ ഇവന്റെ ആത്മാവാണ് ഈ ലോകത്തിലെ സർവ്വ സമ്പത്തിനും കൂടുതൽ വിലയുള്ള, അതിനാ കൂടുതൽ വെയിറ്റേജ്. അപ്പം ദൈവം നോക്കുമ്പോൾ എൻ്റെ ഈ വിലയുള്ള സാധനം കളയണോ, ഈ വില കുറഞ്ഞ സാധനം അവന് കൊടുക്കണോ? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ, ഓ ജീസസ് ആമേൻ, ഏറ്റവും വിലയുള്ളത് നമ്മുടെ സോളാണ്. ഹല്ലേലൂയ. ആ സോള് കളഞ്ഞിട്ട് ഹല്ലേലൂയ, യെസ്, ഓ യെസ് ആമേൻ, ആ സോള് കളഞ്ഞിട്ട് ഈ ലോകത്തിൽ നമുക്കിപ്പം വാല്യൂ എന്ന് തോന്നുന്ന ഹല്ലേലൂയ ഒരു സാധനവും ദൈവം തരൂല. ഹല്ലേലൂയ. ഇനി നമ്മുടെ ഈ വാല്യൂ എന്നൊക്കെ പറയുന്നതും സബ്ജക്റ്റ് ടു ദ സിറ്റുവേഷൻ ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് യുദ്ധശ്രുതികളും കേൾക്കുന്നു. ഇപ്പം ഇവിടെ ഒന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ആസ് ഓഫ് നൗ. പക്ഷെ ജസ്റ്റ് നമ്മൾ പാലസ്തീനിലോട്ട് പോയേ, അല്ലെങ്കിൽ ഉക്രൈൻ ആ അഫക്റ്റഡ് ആയിട്ട് ഏരിയയിലോട്ട് പോയേ, അവിടെ ഏതെങ്കിലും ഒരു വലിയ ഒരു പ്രമാണി ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടാന്ന് നോക്കുക, അല്ലെങ്കിൽ ഭയങ്കര റിച്ചാന്ന് വെച്ചോ, അത് ഭയങ്കര റിച്ചായിരുന്നു, അവൻ ഭയങ്കര കോടീശ്വരനായിരിക്കും, മില്യനറോ ബില്യണറോ ആയിക്കട്ടെ, എന്ത് കാര്യം, അവനിപ്പം ചിലപ്പോൾ ഒരു റൊട്ടിക്ക് വേണ്ടി നടക്കുമായിരിക്കും, ഒരു ദിവസം സസ്റ്റെയിൻ ചെയ്യാം. യെസ് ആമേൻ, ഹല്ലേലൂയ. അവിടെ ബാങ്കും ഇല്ല, അവന്റെ പണവും ഇല്ല, അവന്റെ പ്രതാപവും ഇല്ല, വീടും ഇല്ല, ഒന്നുമില്ല, ഇന്റർനെറ്റും ഇല്ല, ഫോണും ഇല്ല, ഒന്നുമില്ല. യെസ് ആമേൻ, എനിക്കൊരു നേരത്തെ ആഹാരം കിട്ടിയ ദൈവമേ,
യെസ്, അത് തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് അറിയുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെയൊക്കെ സെക്യൂരിറ്റിയും നമ്മുടെയൊക്കെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ആ ദൈവത്തിന്റെ കനിവുകൊണ്ട് നിൽക്കുന്നതാ. അല്ലേ? നമുക്ക് യഥാർത്ഥമായ പ്രകാശം, ആ ദൈവിക പ്രകാശം, ഹല്ലേലൂയ, ആമേൻ. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞ, ദർ വിൽ ബി എ മൊമെന്റ്, അല്ലെങ്കിൽ നമ്മൾ അവസാന ശ്വാസം വലിക്കുന്ന, അല്ലെങ്കിൽ യെസ് ദൈവ യെസ് ആമേൻ മരിക്കുമെന്ന് ഉറപ്പുള്ള, അല്ലെങ്കിൽ അടുത്ത യെസ് ആമേൻ അടുത്തത് ഒരു സ്റ്റേജിലോട്ട് പോകുമെന്ന് അറിയുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ആ മൊമെന്റിൽ നമ്മൾ അതുവരെ ഹല്ലേലൂയ നമ്മൾ അധ്വാനിച്ചതും അതുവരെ ഉണ്ടാക്കിയതും അതുവരെ നമ്മൾ സ്നേഹിച്ചതും അതുവരെ നമ്മൾ ഏറ്റവും വിലയെന്ന് കണ്ടതൊക്കെ ഒരു വിലയില്ലാതായി. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ്, അടുത്ത സ്റ്റേജ് ഞാൻ പോകുമെന്ന് ഉറപ്പും, ആ സ്റ്റേജ് ഞാൻ സെക്യൂർ ആകുമോ? യെസ് ആമേൻ, ആകണമേ ദൈവമേ എന്ന് ഹല്ലേലൂയ കരഞ്ഞു പ്രാർത്ഥിച്ചതാ. ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയല്ലോ. നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ, എം ലോറൻസ്. അദ്ദേഹം വരെ ആ മരണത്തിന്റെ മൊമെന്റിലാ പുള്ളിക്ക് മനസ്സിലായ, അതുവരെ ജീവിച്ച സാധനമൊക്കെ വെറുതെ ആയല്ലോ. പ്രിയ ദൈവമക്കളെ, നമുക്കത് ഉണ്ടാവാതിരിക്കാനാണ്. യെസ് ആമേൻ. ഓ, ആരോഗ്യമുള്ളപ്പോ ഹല്ലേലൂയ, ആമേൻ. ആയുസ്സുള്ളപ്പോ യെസ് ആമേൻ. ഈ ദൈവം പലപ്പോഴും നമ്മളെ വിളിക്കുമ്പോ ഹല്ലേലൂയ, ആ ദൈവം നമ്മളെ വെറുതെ അല്ല വിളിച്ചത്, വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് വിളിച്ചത്. ഹല്ലേലൂയ. യെസ്, ഒരു നിത്യതയുണ്ട്. അത് മാത്രമല്ല, യെസ് ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ വന്ന ഒരു കുഴപ്പവുമില്ലാതെ നല്ല രീതിയിൽ ഡീസന്റ് ആയിട്ട് തന്നെ ജീവിക്കാം. ഹല്ലേലൂയ, ആമേൻ. പക്ഷേ ഹല്ലേലൂയ, ഈ ലോകമാ എല്ലാം എന്ന് പറഞ്ഞുള്ള ആ ഒരു കൺസെപ്റ്റും ആ ഒരു പരിപാടി നമ്മൾ മാറ്റിവെച്ചിട്ട് യഥാർത്ഥമായ യേശുവിൻ്റെ ഇടുക്കമുള്ള ഹല്ലേലൂയ, ആമേൻ, ആ ഞെരുക്കമുള്ള പാത തിരഞ്ഞെടുക്കുമോ? ഹല്ലേലൂയ. ഓ, നിത്യത നമുക്കുറപ്പാ. അവിടെയും ഹല്ലേലൂയ നമ്മൾ യേശുവിനോട് കൂടെ യെസ് യുഗായുഗം വാഴാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ ഹല്ലേലൂയ, ആ ധനവാനും ലാസറിന്റെയും കഥയിൽ പറയുന്നത് പോലെ നിത്യമായ ഹല്ലേലൂയ ആ യാതനയുടെ അവസ്ഥ, അത് അത് ശരിക്കും പറഞ്ഞാൽ അത് യാതനാ സ്ഥലത്തെ ആയിട്ടുള്ളൂ. അതിലും ഭയങ്കര തീവ്രമായ അവസ്ഥ, യഥാർത്ഥ നരകത്തിന്റെ അവസ്ഥ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറഞ്ഞ ആ ടഫായിട്ടുള്ള വഴി, ആ ബുദ്ധിമുട്ടുള്ള വഴി ഞാൻ വേഗം ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് യെസ് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമുക്കതിന് യോസഫിന്റെ തന്നെ ജീവിതം എടുക്കാം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ നമ്മൾ യോസഫിൻ്റെതായ, അല്ലെങ്കിൽ 37-ഉം അതിന് ശേഷമുള്ള അധ്യായങ്ങളിലൊക്കെ ജോസഫിന്റെ ലൈഫ് നമുക്ക് കാണാൻ കഴിയും. നമ്മളൊക്കെ അതും വളരെ ഫെമിലിയർ ആയതുകൊണ്ട് ഞാൻ ആ ഒരു വേദഭാഗം ഒന്നും വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വെച്ചാൽ വായിക്കാനാണെങ്കിൽ ഒത്തിരി വായിക്കാനുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒന്ന് ഓർത്ത് നോക്കിയേ, യോസഫിന്റെ ഭാഗത്തുനിന്ന് ഓർത്ത് നോക്കിയേ, യോസഫ് എന്ത് തെറ്റ് ചെയ്തു? ഹല്ലേലൂയ. അപ്പൻ സ്നേഹിച്ചത് തെറ്റാണോ? ഹല്ലേലൂയ. ഇവൻ ഇന്നസെന്റ് ആയിട്ട് ചേട്ടന്മാര് ചെയ്തു കൂട്ടിയ ചില തെറ്റുകൾ, അല്ലെങ്കിൽ അവർ പക്ഷെ പക്വതയില്ലായിരിക്കും, അല്ലെങ്കിൽ അവന് ഒരു പയ്യനാണ്, ഒരു കൊച്ചു ഒരു ടീനേജറാണ്. അപ്പനോട് ആ ഇന്നസെന്റ് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞത് തെറ്റാണോ? ഹല്ലേലൂയ. ഇളയ മകനായിട്ട് ജനിച്ചത് തെറ്റാണോ? ഹല്ലേലൂയ. അപ്പനൊരു നല്ല നിലയെങ്കി കൊടുത്തത് തെറ്റാണോ? യോസഫ് എന്ത് പിഴച്ചു, എന്ത് പകച്ചു, എന്ത് തെറ്റ് ചെയ്തു? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വപ്നം കണ്ടത് തെറ്റാണോ? ദൈവം കൊടുത്ത സ്വപ്നം കണ്ടത് തെറ്റാണോ? അതൊന്ന് സഹോദരന്മാരോട് പറഞ്ഞത് തെറ്റാണോ? ഹല്ലേലൂയ. പിന്നെയും ദേ കാണുന്നു സ്വപ്നം, അതും പക്ഷേ ഇന്നസെന്റ് ആയ യോസഫ് പറഞ്ഞു, അതും തെറ്റാണോ? ഹല്ലേലൂയ. യെസ്, നമുക്കറിയാവുന്ന വേദഭാഗമാ. ഇതൊക്കെ കേൾക്കുമ്പോ കാണുമ്പോ സഹോദരന്മാരുടെ ഉള്ളിൽ പകയാണ്, പക. ഹല്ലേലൂയ. പക്ഷേ ഈ പയ്യനായ, ഈ ടീനേജറായ, ഈ യങ്ങായ ഈ യോസഫ് എന്ത് പിഴച്ചു? യോസഫിന്റെ ഭാഗത്തുനിന്നൊന്ന് നോക്കിയേ. എന്തിനാ എന്നോട് ഈ ചേട്ടന്മാർ ഇത്ര ടഫായിട്ട് പെരുമാറുന്നത്? എന്തിനാ ഞാൻ ഈ പഴി മൊത്തം കേൾക്കുന്നത്? ഓ, എന്നൊക്കെ ഓർത്തിരുന്ന് ഹല്ലേലൂയ. ഒരു ദിവസം അപ്പം പറഞ്ഞു, ചേട്ടന്മാരെ അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ പോയ ജോസഫ് അവനെ പിടിച്ചു കൊല്ലും, അത്രയും ദേഷ്യം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ,
ആ പൊട്ടക്കിണറ്റില് എടുത്തെറിയപ്പെട്ട, കൊന്നേനെ അവര് അല്ലേ, പക്ഷെ ദൈവം അവിടുന്ന് സമ്മതിക്കത്തില്ല. പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട ജോസഫ് ആ പൊട്ടക്കിണറ്റിൽ കിടന്ന് ദൈവത്തോട് എന്തായിരിക്കും പ്രാർത്ഥിച്ചത്? എന്ത് ദൈവം, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അല്ലേ? പ്രിയ ദൈവമക്കളെ, ക്രിസ്ത്യൻ ജീവിതം ശ്രദ്ധിച്ചോ? യേശു പറഞ്ഞില്ലേ ടഫാണ്, യേശു പറഞ്ഞില്ലേ ഇടുക്കമുള്ള വഴിയാണ്, യേശു പറഞ്ഞില്ലേ യെസ് ആമേൻ ഹല്ലേ നാരോ ഗേറ്റ് ആണ്. ഹല്ലേ ലൂയ. യോസഫിന്റെ കഥയുമായിട്ട് തട്ടിച്ചു നോക്കി. ഇവിടെ ബൈബിളില് യോസഫിന്റെ ആംഗിളിൽ എഴുതിയിട്ടില്ല. യോസഫിന്റെ ആംഗിളിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവം ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പലപ്പോഴും നമ്മളൊക്കെ യെസ് ആമേൻ ഹല്ലേ, എന്റെ ദൈവത്തിലും യെസ് ദൈവം ചില പരീക്ഷണ യെസ് ചില ബുദ്ധിമുട്ടുകളൊക്കെ വർഷങ്ങൾ കടത്തി വിട്ടിട്ടുണ്ട്. യെസ് ആമേൻ. ഏകാന്തതയും യെസ് പല പ്രശ്നങ്ങളും യെസ് പല ഞെരുക്കങ്ങളും വർഷങ്ങൾ എടുത്ത് സ്കൂളിംഗ് ചെയ്തിട്ടാണ് യെസ് ഹല്ലേ ലൂയ യെസ് ആമേൻ ഹല്ലേ ഈ വചന സത്യങ്ങള് യെസ് ആമേൻ നമ്മൾ യെസ് ഒരുമിച്ച് ഗ്രഹിക്കുന്നത്. ഹല്ലേ ലൂയ. ജോസഫിന്റെ ഭാവം ഒന്ന് നോക്കിയേ. ഹല്ലേ ലൂയ. ഞാൻ എന്തു പഴിച്ചു ദൈവമേ, എന്ത് തെറ്റ് ചെയ്തു? ഓ യെസ്, ഒരുപക്ഷെ ഹല്ലേ ലൂയ ആ പൊട്ടക്കിണ്ടി കിടക്കുമ്പോഴും ഒരുപക്ഷെ ആ മൂത്ത ചേട്ടൻ എന്നെ രക്ഷിക്കുമെന്ന് ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷെ അവനൊന്ന് മാറിയപ്പോഴത്തേക്കും അടുത്ത ഇസ്മായിലെ കച്ചവടക്കാർക്ക് വിറ്റു. ഒരു അടിമയെ പോലെ പോവുകയാണ്, അടിമയായിട്ട് പോവുകയാണ്. പൊത്തിഫേറിന്റെ ഭവനത്തിൽ ചെന്നുപെട്ടു. ഹല്ലേ ലൂയ. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവിടെ പൊത്തിഫേറിന്റെ ഭാര്യ അവിടെ പ്രശ്നമായി. ഹല്ലേ ലൂയ. ജോസഫിന്റെ ഭാഗത്തുനിന്ന് ദൈവം ഞാൻ സത്യത്തിനല്ലേ നിന്നിട്ടുള്ളൂ, ഞാൻ നേരിടല്ലേ ദൈവത്തോട് അവൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഞാനത് ഓർത്ത് യെസ് ദൈവം എന്നെ ചില ബുദ്ധിമുട്ടിലൂടെ കടത്തിവിട്ടപ്പോ ദൈവം എന്നെ ഇത് പഠിപ്പിച്ചതാ. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. യോസഫിനെ നോക്ക്. ഓ ജീസസ്. മോശയെ നോക്ക്. 40 വർഷം മരുഭൂമിയില് സകല പ്രതീക്ഷയും വിട്ട് വാർദ്ധക്യത്തോടടുത്ത് ഇനി എനിക്ക് മരണമല്ലാതെ ഒന്നുമില്ല എന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന അവസ്ഥയിലാ. ഓ ഹല്ലേ ലൂയ. മുൾപ്പടർപ്പിൽ അവൻ പ്രത്യക്ഷനായി വലിയ കമ്മീഷൻ ഏൽപ്പിച്ചത്. ഹല്ലേ ലൂയ. ഓ ജീസസ്. യേശുവിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ഹല്ലേ ലൂയ ഒരു സ്കൂളിംഗ് ഉണ്ട്. പ്രിയ ദൈവമക്കളെ, ആ സ്കൂളിംഗ് ഒരുപക്ഷെ ടഫായിരിക്കാം, ആ സ്കൂളിംഗ് ഒരുപക്ഷെ ഏകാന്തതയുടെ ആയിരിക്കാം, യെസ് മറ്റുള്ളവരെല്ലാം വെറുക്കപ്പെടുന്നതായിരിക്കാം. ഹല്ലേ ലൂയ. പക്ഷേ ഓ ജീസസ് ഹല്ലേ ലൂയ, ദൈവത്തിന് നമ്മളെ കൊണ്ട് ഓ ഹല്ലേ ലൂയ വൻ കാര്യങ്ങളെ ചെയ്തെടുപ്പാനുണ്ട്. ഹല്ലേ ലൂയ. യേശു പറഞ്ഞ ആ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി ഹല്ലേ ലൂയ ഒന്ന് ഓർത്തു നോക്കിയേ. വീണ്ടും യോസഫിന്റെ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ ഹല്ലേ ലൂയ, ജയിലിൽ അകപ്പെട്ട ജോസഫ്, അവിടെയും വർഷങ്ങൾ കടന്നു. ആ സ്വപ്നം വിവരിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ 2 വർഷം. 30 വയസ്സായി ജോസഫ് മിസ്രൈമിന്റെ അധികാരിയായപ്പോ. നീണ്ട ഹല്ലേലൂയ 13 വർഷം. എന്തെങ്കിലും പ്രതീക്ഷ ജോസഫിന്റെ? ഓ ജീസസ് ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ജയിലിൽ കിടക്കുമ്പോ അവൻ എന്തെങ്കിലും പ്രതീക്ഷ അവന്റെ മുമ്പിലുണ്ടോ? എനിക്കറിയാം. പക്ഷെ അവിടെ ആ ഭാഗത്ത് ഹല്ലേലൂയ എനിക്ക് എന്റെ പേഴ്സണൽ ദൈവനെ അനുഭവിച്ച് അല്ലെങ്കിൽ പഠിപ്പിച്ചതുകൊണ്ട് എനിക്കറിയാം. ആ സന്ദർഭങ്ങളിലൊക്കെ യെസ് ആമേൻ ദൈവം ഇറങ്ങി വന്ന് വചനത്തിലൂടെയും യെസ് ആത്മാവിലൂടെയും ഉറപ്പിച്ച് ബലപ്പെടുത്തി വീണു പോകാതെ താണു പോകാതെ പിന്നെയും യെസ് ആമേൻ അവന്റെ യെസ് ഹല്ലേലൂയ ഓ വലിയ സ്നേഹത്താൽ ഉറപ്പിനാൽ യെസ് വിശ്വാസം പകർന്ന് ഹല്ലേലൂയ പിടിച്ചു നിർത്തിയാണ് ഓരോ ഘട്ടം ഓരോ വർഷം ഹല്ലേലൂയ മുന്നോട്ട് കൊണ്ടുപോയി. ഒരു കൂട്ടര് ഇതൊന്നും അറിയാതെ അടിച്ചു പൊളിച്ച് ലൈഫിന് വേണ്ടി ക്രിസ്ത്യൻ ലൈഫിലോട്ട് ഈ വീണ്ടും ജനിച്ച പാതയിലോട്ട് വന്നേക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ സുഹൃത്തെ തെറ്റി. ഇതല്ല ഫീൽഡ്. യേശുവിന് വേണ്ടി യഥാർത്ഥമായി പ്രയോജനപ്പെടണമോ? ഹല്ലേലൂയ. ആ നോഹയെ നോക്കിയേ. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും എഴുതാത്തത് കൊണ്ടാ യെസ് നമുക്ക് മനസ്സിലാവാത്തത്. ഹല്ലേലൂയ.
3 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പം ഉണ്ടായിരുന്നു ആ പെട്ടകത്തിന്. ആ യുഎസിൽ കെൻഡുക്കിയിലും കണ്ട് അതിന്റെ ആക്ച്വൽ സാധനമുണ്ട്. ഹല്ലേലൂയ. ആക്ച്വൽ ഡയമെൻഷനുള്ള അന്നത്തെ കാലത്ത് അത്രയും വലിയ സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള പാട്, അതിലൊക്കെ വലിയ പാടാണ്. ഒരു മണ്ടനെ പോലെ മഴ വരും മാനസാന്തരപ്പെടാൻ പ്രസംഗിക്കുന്ന കാര്യം. എന്നിട്ടും ദൈവം പറയുന്നത് വർഷങ്ങൾ ഒരുപക്ഷെ 100 വർഷം. ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല എത്രയാണെന്ന്, ഞാനത് പെട്ടെന്ന് മറന്നുപോയി. പക്ഷെ വർഷങ്ങൾ അധ്വാനിച്ച് മറ്റുള്ളവരൊക്കെ ഇവൻ എന്തൊരു മണ്ടനാടേ, തിരുമണ്ടൻ, അല്ലേ, യെസ്, അങ്ങനെ പറഞ്ഞപ്പോൾ യെസ് എന്തായാലും എന്നാ എനിക്ക് അവൻ്റെ അടുത്ത് പോയാൽ പണി കിട്ടുമെന്ന് പറഞ്ഞ് ഒരുപക്ഷെ പണിക്ക് പോയി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. യേശുവിന് വേണ്ടി മണ്ടനാവാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ചിലപ്പോൾ മണ്ടനാവേണ്ടി വരും. യെസ്, മറ്റുള്ളവർ അടിച്ചു പൊളിച്ചുള്ള ലൈഫ് നയിക്കുമ്പോൾ അമ്മേ യെസ് ദൈവത്തിനെ മാത്രം മുന്നിൽ നോക്കി അമ്മേ ചില മണ്ടത്തരങ്ങളിൽ നിന്നും മറ്റുള്ളവർക്കും ഒരുപക്ഷെ ചില സമയത്ത് നമുക്ക് പോലും തോന്നുന്ന ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ ദൈവം പറഞ്ഞിട്ടാണോ? ആമേൻ. ഹി ഈസ് പവർഫുൾ. ഹല്ലേലൂയ. യെസ്, നമ്മൾ അതുകൊണ്ട് ആ പ്രാർത്ഥന കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ചപ്പോൾ അത് മറക്കരുത്. അവന്റെ രാജ്യത്വമായി എന്നും നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. ആ രാജാവാ പറഞ്ഞത്. ഓ ഹല്ലേലൂയ. കുറച്ച് വർഷങ്ങൾ മാത്രം അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് സിസ്റ്റം അല്ല എൻ്റെ യേശു. ഓ ഹല്ലേലൂയ. അവൻ പറഞ്ഞത് അത് നടത്തിയിരിക്കും. ഹല്ലേലൂയ. ഏറ്റവും ടഫായിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളെ ജയിക്കില്ല എന്ന് പറഞ്ഞത്. അവൻ്റെ രാജ്യം അവന് പണിയാൻ പറ്റുമെങ്കിൽ ഈ ലോകത്തിലെ അഡ്മിനിസ്ട്രേഷൻ, ഹല്ലേലൂയ, ആ ദാനിയേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞ ആ പ്രവചനം അതേപടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശക്തമായ ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ നമ്മൾ എന്തിനാ വറി ചെയ്യണേ? അല്ലേ, നമ്മുടെ ചില പേഴ്സണൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഒരു സില്ലി പ്രശ്നമല്ലേ? യേശുവിനെ മനസ്സിലാകത്തുണ്ടോ? കുഴപ്പമല്ലേ? അല്ലേ. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാകാതെ നമ്മൾ ചില മിഥ്യാധാരണകളാൽ യേശുവിന്റെ സന്നിധിയിൽ വരല്ലേ. യേശുവിന് വേണ്ടത് ഹല്ലേലൂയ യഥാർത്ഥമായ ഒരു ലൈഫാണ്. ഹല്ലേലൂയ. യേശുവിന്റെ എന്നെ ദൈവം പഠിപ്പിച്ച ഒരു പാറ്റേൺ ഞാൻ പറയാം. അതായത് സീരിയസ്ലി ഞാൻ പെന്തക്കോസ്ത് ഭവനത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട IPC പാരമ്പര്യത്തിൽ തന്നെ വളർന്ന ആളാണ്. പക്ഷെ ദൈവം എന്നെ പഠിപ്പിക്കണം വരെ എനിക്ക് ഈ പറഞ്ഞ സംഭവങ്ങൾ എന്നെ ശരിക്കും ഞാൻ ഐ വാസ് ടോട്ടലി മീൻസ് എനിക്ക് അറിയില്ലായിരുന്നു. അതായത് നമ്മൾ പഠിച്ചു വെക്കുന്ന സംഭവങ്ങൾ സോ ലിമിറ്റഡ് അല്ലേ. ഒരു യേശുവിന്റെ ഒരു രീതി നോക്കിയേ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അവസാനത്തെ വാക്യത്തിൽ യേശുവിന്റെ ഒരു ക്യാരക്ടർ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലേ. അത് മലയാളത്തിലെ ട്രാൻസ്ലേഷനിൽ ചില പ്രശ്നമുണ്ട്. ലൂക്കോസിനെ കുറിച്ച് 2-ാം അധ്യായത്തിൽ അവസാനം യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വരുന്നു. And Jesus kept increasing in wisdom and stature and in favor with God and men. അത് നമുക്ക് ഗ്രീക്കിൽ പോയി നോക്കേണ്ടി വരും. അതെന്താ അർത്ഥം എന്ന് വെച്ചാൽ, ഒന്ന് വിസ്ഡം തന്നെയാണ്, ദൈവത്തിന്റെ വിസ്ഡം. സ്റ്റേച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവൻ വിസ്ഡത്തിലും മെച്യൂരിറ്റിയിലും വളർന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു സാധനം, ഈ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതി കിട്ടണമെങ്കിൽ വിസ്ഡവും വേണം, മെച്യൂരിറ്റിയും വേണം. ഞാൻ പർപ്പസ്ഫുള്ളി പരിജ്ഞാനം എന്നുള്ള മലയാളം വാക്ക് ഉപയോഗിക്കുന്നത്, ഈ പരിജ്ഞാനം എന്ന് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഈ മെച്യൂരിറ്റിയാണ്. പക്ഷെ ബൈബിളിലെ പരിജ്ഞാനം സംതിങ് എൽസ് ആണ്, വേറൊരു സാധനമാണ്. അല്ലല്ലോ, അത് ഞാൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് തുടർന്നില്ല. വിസ്ഡം ആത്മാവിന്റെ കൃപയാ, അത് ദൈവത്തിൽ നിന്ന് പെട്ടെന്ന് കിട്ടും. പക്ഷെ മെച്യൂരിറ്റി അതും ദൈവത്തോട് ചോദിച്ച് നമ്മൾ
പഠിച്ചെടുക്കേണ്ട, മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. കാരണം യേശു ഹല്ലേലൂയ സാഹചര്യം അനുസരിച്ച് അത് പെരുമാറിയ. ഹല്ലേലൂയ. ആമേൻ. അവന്റെ ആലയത്തില് അതിനെ ഒരു 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 കള്ളന്മാരുടെ ആലയമാക്കി, ഒരു കച്ചവട കേന്ദ്രമാക്കി മാറ്റിയപ്പോൾ അവൻ വടിയെടുത്തു, ചാട്ടവാറെടുത്തു. പക്ഷേ ഹല്ലേലൂയ പിന്മാറ്റത്തിൽ പോയ, മീൻ പിടിക്കാൻ പോയ, പരിപാടി നിർത്തിപ്പോയ ശിഷ്യന്മാരെ യസാമൻ തിരിച്ച് അവന്റെ പാതയിൽ കൊണ്ടുവരാൻ അവൻ എടുത്ത ആയുധം സൗമ്യതയുടെ ആയുധമാണ്. ഹല്ലേലൂയ. അവന്റെ സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ അവന്റെ സിസ്റ്റം അത്. അതുകൊണ്ടാ വി നീഡ് ബോത്ത് വിസ്ഡം ആൻഡ് മെച്യൂരിറ്റി. ദൈവത്തിന് തരാൻ പറ്റും. വിശ്വാസി ആയ നമ്മളൊക്കെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിച്ച് തന്നെ മേടിക്കണം. ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ യഥാർത്ഥമായ കൺഫെഷൻ, യഥാർത്ഥമായ, അതായത് പാപം വെച്ചുകൊണ്ടുള്ള പരിപാടി ഈ ഒരു പ്രസ്ഥാനത്തിന് പറ്റില്ല. പരിപൂർണമായി നമ്മൾ സെൽഫായിട്ട് ഡിനേ ചെയ്ത് തന്നെ അവന്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും തന്നെ ചെയ്യണം. ഹല്ലേലൂയ. ദൈവം അവിടെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. 32 സങ്കീർത്തനത്തിന്റെ 7 വാക്യത്തിൽ അത് നമ്മൾ എഴുതുന്ന, അതായത് അവിടെ നമ്മുടെ ഫുൾ ഒരു പാപിയായ മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധി വന്നു കഴിഞ്ഞാൽ അവന്റെ മൊത്തം പ്രൊട്ടക്ഷൻ ഒക്കെ ദൈവമാണ് അത് ഏറ്റെടുത്തേക്കണം. അത് മനസ്സിലാക്കണം. പ്രൊട്ടക്ഷനായിട്ട് അല്ലെങ്കിൽ നമ്മുടേതായ എല്ലാ ഒരു പ്രശ്നങ്ങൾ മൊത്തം നമ്മൾ പിന്നെ വറിയാവേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അത് ദൈവം ഏറ്റെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാകണം. 32 സങ്കീർത്തനത്തിൽ 7 വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രൊട്ടക്ഷൻ ദൈവത്തിന്റെ കയ്യിൽ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. മസ്റ്റായിട്ട് വിശ്വസിക്കണം. അടുത്ത കാര്യം, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ്, പെന്തക്കോസ്തുകാർ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിന്റെ ഫർദറായിട്ട് മുന്നോട്ട് പോകുന്നതിന് മെയിൻ തടസ്സമായിട്ട് നിൽക്കുന്നത് ഇതാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം, ഇവിടെ ദൈവം എന്താ പറഞ്ഞേ? ഐ വിൽ ഇൻസ്ട്രക്ട് യു ആൻഡ് ടീച്ച് യു ദ വേ ഇൻ വിച്ച് യു ഷുഡ് ഗോ. നമ്മൾ പോകേണ്ടുന്ന വഴി ദൈവം പറഞ്ഞു തരും, ദൈവം പഠിപ്പിക്കും. പക്ഷെ ഞാൻ എവിടെ അത് ഞാൻ മാത്രം ഇങ്ങനെ പറയണ ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നു. ഞാൻ വേറെ ആരും അങ്ങനെ കാര്യമായിട്ട് പറയുന്നത് വളരെ റെയറായിട്ട് കേൾക്കാറുള്ളൂ. അല്ല, പ്രിയ ദൈവമക്കളെ, നമ്മളെ വിളിച്ച് ഒരു കാര്യത്തിനേക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ, യെസ്, ഹി ഈസ് പവർഫുൾ ഇനഫ് ടു ഗീവ് ഇൻസ്ട്രക്ഷൻ. അതിനൊരു ഒരു ആത്മാവിന്റെ ഒരു സിസ്റ്റം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണം. പലപ്പോഴും പറ്റുന്നത് നമ്മൾ തെറ്റുന്നത് അവിടെയാ. നമ്മൾ ഈ പറഞ്ഞ കൺഫെഷൻ വരെയൊക്കെ വരും, നമ്മൾ യഥാർത്ഥമായി കൺഫസ് ചെയ്യും, ദൈവമേ ഞാൻ തെറ്റിപ്പോയെന്നോട് ക്ഷമിക്കണമേ എന്ന് പറയും. നമ്മൾ ഏറ്റു പറയും, ദൈവം ക്ഷമിക്കുകയും ചെയ്യും, പരിശുദ്ധാത്മാവും വരും. പിന്നെയും നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് പിന്നെ നമ്മളെ പൊട്ട ബുദ്ധി ഉപയോഗിച്ചാ. സോറി ഞാൻ ഉപയോഗിക്കുന്നത് ഒരു വാക്ക് ഉപയോഗിക്കുന്നത്, കാരണം മനുഷ്യന്റെ ബുദ്ധി വെറും പൊട്ട ബുദ്ധിയാണ് ദൈവത്തിന് മുമ്പിൽ. മനുഷ്യന്റെ ഏറ്റവും വലിയ ജ്ഞാനം പോലും ദൈവത്തിന് മുമ്പിൽ വിഡ്ഢിത്തമാണ്. അതല്ല സിസ്റ്റം. ദൈവം ഹല്ലേലൂയ ഇതാകുന്ന വഴി ഇതിലേ നടന്നുകൊള്ളുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഹല്ലേലൂയ. ആ സിസ്റ്റം നമ്മൾ ഫസ്റ്റ് വിശ്വസിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, എസ്റ്റാബ്ലിഷ്. ആരും ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല, ആരും ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. പിന്നെയും ചങ്കരൻ തെങ്ങയിൽ എന്ന് പറഞ്ഞ് പിന്നെയും നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കും, പിന്നെയും പാപം ചെയ്യും, പിന്നെയും ദൈവത്തിനാകുന്നു, പിന്നെ അയ്യോ പാവമെന്ന് വെച്ചു. അപ്പൊ ഈ ചക്രടിക്കല്ലാതെ വിശ്വാസ ജീവിതം യഥാർത്ഥമായ ദൈവത്തിന്റെ പദ്ധതിയിൽ മുന്നോട്ട് പോകുന്നേ ഇല്ല, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് പ്രോബ്ലം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഹല്ലേലൂയ ഇത് പറ്റത്തില്ല. കാരണം 32 അടുത്ത വാക്യത്തിൽ എഴുതിയേക്കുന്നതാണ്, കുതിരയും കോവർക്കഴുതയും പോലെയാണ്. അതായത് നമ്മൾ സ്വന്തം ബുദ്ധിയിൽ ഇങ്ങനെ നടക്കുന്നു, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം, അപ്പം ദൈവം എങ്ങനെയാ പിന്നെ നമ്മളെ ഒരു പരുവാത്ത ആക്കണേ? ഒറ്റ അടിയാണ് ചാട്ടയ്ക്ക്. ഓരോ പ്രശ്നം കൊണ്ടൊന്ന് ഒറ്റ അടിയാണ്. ചിലപ്പോൾ രോഗമായിരിക്കും, ചിലപ്പം പല പ്രശ്നമായിരിക്കും, അടിച്ചെഴുക്കുക. അങ്ങനത്തെ ഒരു ലൈഫ് വല്ല സുഖമുണ്ടോ? എന്റെ ഉദ്ദേശം, ദൈവം അങ്ങനെ ഒരു കുതിരയായിട്ട് കോവർക്കഴുതിയായിട്ടാണ് വിശ്വാസികളെ വിളിച്ചേക്കണേ? മകനായിട്ടാ, ആടായിട്ടാ. ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. അവിടെ അതുകൊണ്ടാണ് ഹല്ലേലൂയ ആ പ്രോവർബിൽ അവസാനം അത് എഴുതിയേക്കുന്ന ഒരു ഇതുണ്ട്. ഹല്ലേലൂയ. സദൃശവാക്യം 1 അവസാനത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്ന ആ വാക്യം ഹല്ലേലൂയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളത് എപ്പോഴും നമ്മൾ എടുക്കേണ്ടതാണ്. എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. ബട്ട് ഹി ഹു ലിസൺ ടു മീ ഷാൽ ലീവ് സെക്യൂർലി ആൻഡ് വിൽ ബി അറ്റ് ഈസ് ഫ്രം ദ ഡ്രെഡ് ഓഫ് ഈവിൾ. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാനുള്ളതാണ്.
ഇറ്റ് ഈസ് എ സിസ്റ്റം. ആമേൻ. പരിശുദ്ധാത്മാവിന് വ്യക്തമായി നമ്മളെ വഴി നടത്തുവാൻ പറ്റും. യേശു പറഞ്ഞില്ലേ, ഹല്ലേലൂയ, അവൻ്റെ വഴി ഇടുക്കവും. യെസ് യെസ്, യേശുവിൻ്റെ സിസ്റ്റം, അല്ലെങ്കിൽ യേശുവിനോട് കൂടെ പോകുന്ന സിസ്റ്റം. ആ യോസഫിനെ കണ്ടു നോക്കിയേ, ദാവീദിനെ കണ്ടു നോക്കിയേ, നോഹയെ കണ്ടു നോക്കിയേ, മോശയെ കണ്ടു നോക്കിയേ. ആമേൻ. ഇറ്റ് വാസ് സോ ടഫ്. അവരൊക്കെ ഹല്ലേലൂയ, ആമേൻ, ഒരു ഗോളിലേക്ക് വേണ്ടിയാണ്, ഒരു ലക്ഷ്യത്തേക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ആ എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസവീരന്മാരുടെ പട്ടിക നോക്കിയേ. ഹല്ലേലൂയ. അവരാരും ഹല്ലേലൂയ, യെസ് ആമേൻ, എനിക്ക് നല്ല പൈസ കിട്ടും, അല്ലെങ്കിൽ അത് വേണം ഇത് വേണം എന്നുള്ള രീതിയിലല്ല. പലപ്പോഴും നമ്മൾ കണ്ണടച്ചിരുട്ടാക്കി നമ്മുടെ വിശ്വാസികളെ, നമ്മുടെ മക്കളെയും യെസ് ആമേൻ, തെറ്റായ രീതി പഠിപ്പിക്കുക. പരീക്ഷ ജയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ല ജോലി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ രോഗസൗകര്യത്തിൻ്റെ കേസൊക്കെ ഇപ്പം എന്തോ IPC, അല്ലെങ്കിൽ നമ്മുടെ എന്താ ഇപ്പോഴത്തെ പഴയ ജനറേഷൻ IPC അല്ലെങ്കിൽ IPC അല്ലെ ബന്ധക്കോസുകളിൽ ഭയങ്കര റയറാണ്. പക്ഷേ ന്യൂജനിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ആമേൻ. പ്രിയ ദൈവമക്കളെ, യെസ് ആമേൻ, രോഗസൗഖ്യ അവകാശം ഇമ്മീഡിയറ്റ്ലി കിട്ടിക്കോണം. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ ലെവൽ നമ്മുടെ ചർച്ചകളിലൊക്കെ യെസ് ആമേൻ, രോഗശാന്തിക്ക് വേണ്ടി ആ വരവുള്ള കുറച്ച് പേര് വേണം, പ്രവചനമുള്ള വരവുള്ള യെസ് ആമേൻ, യെസ് കുറച്ച് പേര് വേണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ യെസ് ഒരു ആമേൻ, എല്ലാവർക്കും എല്ലാം കിട്ടുന്നു വരില്ല, പക്ഷേ ദർ വിൽ ബി എ ടീം. ഈ പറഞ്ഞ ടീമും കാര്യങ്ങളൊക്കെ നമ്മുടെ സഭയിലെ പല അഡ്മിനിസ്ട്രേഷനിൽ നടക്കുന്നുണ്ട്. ആമേൻ. പക്ഷേ ആത്മീയ ശുശ്രൂഷകളിൽ ഹല്ലേലൂയ ഒരു കൂട്ടായിട്ട്, ഹല്ലേലൂയ, യെസ് ആമേൻ, യെസ് ആമേൻ, കൂട്ടായിട്ട് യെസ് ആമേൻ, ഹല്ലേലൂയ, വചനം പറഞ്ഞു കൊടുക്കുവാൻ, ഇവാഞ്ചലിസത്തിന്, രോഗസൗഖ്യത്തിന്, അല്ലെങ്കിൽ പ്രവചനത്തിന്, ബുദ്ധി ഉപദേശത്തിന് ഒക്കെ ഒരു ടീം വേണം. ഹല്ലേലൂയ. ആ ടീം ഓരോരുത്തർക്കും ഹല്ലേലൂയ ആ ഒരുമിച്ചുള്ള അവസ്ഥയാണ് യെസ് ആമേൻ, അപ്പോസ്തലികമായ യെസ് സഭയുടെ അവസ്ഥ. ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. ഇപ്പൊ ഇതൊന്നുമില്ല, അതുകൊണ്ട് യെസ് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറ്റം പറഞ്ഞു പിടിക്കാറുണ്ട്. No, that is not the way. Hallelujah. പ്രിയ ദൈവമക്കളെ, യേശു നമ്മളെ വിളിച്ചിരിക്കുന്ന ടഫായ വഴിയാണ്, ഇടുക്കമുള്ള വഴിയാണ്. പക്ഷേ ആ വഴി അവസാനം നമുക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യമുണ്ട്, അത് നിത്യജീവന. ഈ വചനങ്ങൾ ആ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.